മാസങ്ങൾക്ക് മുൻപാണ് അമേരിക്കയിൽ ട്രംപ് ഭരണകൂടത്തിന്റെ ഫെഡറൽ ഏജൻസികൾ അമേരിക്കയിലെ വൻ നഗരങ്ങളിൽ വലിയ റെയ്ഡുകളും കൂട്ടറസ്റ്റും നടത്തിയത്. ലോസ് ആഞ്ചലസിലും ന്യൂയോർക്കും പോലുള്ള വൻ നഗരങ്ങളിൽ ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ആളിക്കത്തി. സർക്കാരിന്റെ നടപടിക്കെതിരെ നിലകൊണ്ട തൊഴിലാളി നേതാക്കളും ജനപ്രതിനിധികളും വരെ അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ന്യൂയോർക്കിൽ ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വമായിരുന്ന ഒരു 33-കാരന്റെ വിജയ കഥയാണ് ഞാൻ ഈ പ്രേക്ഷകരോട് പറയാൻ പോകുന്നത്. ഒരു ജനപ്രതിനിധി ഈ നടപടികളെ ഫാസിസം എന്നാണ് വിശേഷിപ്പിച്ചത്. ആ 33-കാരൻ വിശേഷിപ്പിച്ചത് പ്രസിഡന്റ് ട്രംപ് അമേരിക്കൻ ജനതയുടെ ഏറ്റവും വലിയ ദുഃഖ സ്വപ്നമാണെന്ന് പറയാനും അയാൾ മടിച്ചില്ല. അയാളുടെ പേരാണ് സൊഹ്റാൻ മംദാനി. പുതുവർഷത്തിന്റെ ആദ്യ ദിനത്തിൽ സൊഹ്റാൻ മംദാനി ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് നഗര ചരിത്രത്തിലെ സവിശേഷമായ ഒരു നിമിഷമായാണ് ചരിത്രവും കാലവും അടയാളപ്പെടുത്തുക. ദക്ഷിണേന്ത്യൻ വംശജനായ മുസ്ലിം മതവിശ്വാസിയായ ഒരാൾ ആദ്യമായാണ് ഈ പദവിയിലേക്ക് എത്തുന്നത്. ന്യൂയോർക്ക് സിറ്റിയുടെ ചരിത്രത്തിൽ ഖുർആൻ ഉപയോഗിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആദ്യ മേയർ കൂടിയാണ് അദ്ദേഹം. മാൻഹട്ടനിലെ ആദ്യത്തെ സബ്വേ സ്റ്റേഷനുകളിൽ ഒന്നായ പ്രശസ്തമായ ഓൾഡ് സിറ്റി ഹാൾ സ്റ്റേഷനിലായിരുന്നു സത്യപ്രതിജ്ഞ ചടക്ക്. നമുക്കറിയാം നമുക്ക് ഇനി നാം പരിശോധിക്കാൻ പോകുന്നത് ആരാണ് മംദാനി എന്നാണ്. കൃത്യമായി തന്നെ ഗ്രാഫിക്സിന്റെ സഹായത്തോടു കൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആരാണ് മംദാനി. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇന്ത്യയിൽ ജനിച്ച ഉഗാണ്ടൻ അക്കാദമിക്കീഷ്യനായ മഹ്മൂദ് മംദാനിയുടെയും ഇന്ത്യൻ ചലച്ചിത്ര സംവിധായക മീര നായരുടെയും മകനാണ് സൊഹ്റാൻ മംദാനി. ഉഗാണ്ടയുടെ തലസ്ഥാനമായ കപാലയിലാണ് മംദാനി ജനിച്ചതും തന്റെ കുട്ടിക്കാലം ചെലവഴിച്ചതും. അദ്ദേഹത്തിന്റെ 7ാമത്തെ വയസ്സിലാണ് മംദാനി കുടുംബം അമേരിക്കയിലേക്ക്, അതായത് ന്യൂയോർക്കിലേക്ക് കുടിയേറുന്നത്. ആഫ്രിക്കൻ പഠനത്തിൽ ബിരുദം നേടിയിട്ടുള്ള അദ്ദേഹം നേരത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകനായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. റാപ്പറും എഴുത്തുകാരനുമെല്ലാമായ അദ്ദേഹം ജപ്തി ഭീഷണി നേരിട്ടുന്ന സാധാരണക്കാർക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടങ്ങൾ നടത്തിയാണ് പൊതുവെ രാഷ്ട്രീയത്തിലേക്ക്, പൊതുജനത്തിലേക്ക്, അവരുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. 2020 ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. മറ്റൊരു കാര്യം, മംദാനി പൗരത്വം നേടിയത് വളരെ അടുത്താണ്. 2018 അദ്ദേഹം അമേരിക്കൻ പൗരത്വം നേടുന്നത്. 2018 അദ്ദേഹം അമേരിക്കൻ പൗരത്വം സ്വീകരിച്ചു. തുടർന്ന് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥികൾക്കായി പ്രവർത്തിച്ച മംദാനി 2020 കീൻസിലെ സംസ്ഥാന അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. തീവ്ര ഇടതുപക്ഷക്കാരൻ എന്ന വിമർശനം ഡെമോക്രാറ്റിക് പാളയത്തിൽ ഉണ്ട്. അതിനാൽ മംദാനിയുടെ ഓരോ ചുവടും ലോകത്തിന്റെ വിശകലനത്തിനും വിമർശനത്തിനും വിധേയമാകും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. നമ്മളിപ്പോൾ മംദാനിയുടെ ഒരു പ്രൊഫൈലാണ് പരിശോധിച്ചത്. മംദാനിയുടെ വാഗ്ദാനങ്ങൾ എന്താണ് എന്നാണ് പ്രധാനമായും നമുക്ക് കണ്ടറിയേണ്ടത്. തനിക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ നീക്കങ്ങളെല്ലാം തകർത്ത് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അതിന് പരിഹാരം ഉറപ്പു നൽകിയാണ് ഈ മംദാനി ജയിച്ചു കയറിയത്. അതിനാൽ തന്നെ ന്യൂയോർക്കിൽ മാത്രമല്ല ലോകമാകെ മംദാനിയുടെ ഭരണം ഉറ്റുനോക്കുകയാണ്. അതിൽ പ്രധാനമായും മംദാനിയുടെ മുന്നിലുള്ള വലിയ വെല്ലുവിളികളായി എടുത്തു പറയേണ്ടത് ന്യൂയോർക്കിലെ വാടക വർധനവിന്റെ മരവിപ്പിക്കലാണ്. നമുക്കറിയാം അമേരിക്കയിലെ ഏറ്റവും പോഷായിട്ടുള്ള ഒരു സിറ്റിയാണ് ന്യൂയോർക്ക്. അവിടെ താമസിക്കണമെങ്കിൽ അത്രയേറെ ജീവിത ചെലവ് ഉയരുന്നൊരു നഗരം. അവിടെ വാടക വർധനവ് അത് വലിയ തരത്തിൽ കൂടുതലാണ്. അത് മരവിപ്പിക്കലാണ് അദ്ദേഹത്തിന്റെ പ്രധാന ദൗത്യങ്ങളിൽപ്പെട്ടത് ഒന്ന്. രണ്ടാമതായി പറയാനുള്ളത് സൗജന്യ നഗര ബസ് സർവീസുമായി ബന്ധപ്പെട്ട്. മൂന്നാമതായിട്ടുള്ളത് സൗജന്യ ശിശുപരിപാലനം ആണ് മൂന്നാമതായി പറയാനുള്ളത്. അതായത് സൗജന്യമായ ശിശുപരിപാലനം ഏത് തരത്തിൽ മംദാനിയെ കൊണ്ട് ആ പ്രഖ്യാപനം നടത്താൻ കഴിയുമോ, സൗജന്യമായ നഗര ബസ് സർവീസ് സംവിധാനം പ്രഖ്യാപനം നടത്തുവാനെ കൊണ്ട് മംദാനിയെ കൊണ്ട് കഴിയുമോ എന്നുള്ളതെല്ലാം തന്നെ ഉറ്റുനോക്കുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മംദാനിയുടെ ഭരണം ലോകം ഉറ്റുനോക്കുകയാണ്. ന്യൂയോർക്ക് കുടിയേറ്റക്കാരാൽ നിർമ്മിതമാണെന്നും ഇനി ഒരു കുടിയേറ്റക്കാരൻ തന്നെ ന്യൂയോർക്കിനെ നയിക്കുമെന്നും പറഞ്ഞാണ് 34-കാരനായ മംദാനി അമരത്തിലേക്ക് എത്തുന്നത്. തനിക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ നീക്കങ്ങളെല്ലാം തകർത്തുകൊണ്ട് ഒരു സാധാരണക്കാരനെ പോലെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അതിന് പരിഹാരം ഉറപ്പ് നൽകിയാണ് മംദാനി ജയിച്ച് കയറിയത് എന്നുള്ളതും ചരിത്രമാണ്. അതിനാൽ തന്നെ ന്യൂയോർക്കിൽ മാത്രമല്ല ലോകത്തിന്റെ മറ്റെല്ലാ മേഖലകളിലും മംദാനിയുടെ ഭരണം ഉറ്റുനോക്കുന്നുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ശൈത്യത്തിൽ ഉള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ. അതിശൈത്യം നേരിടുന്ന ആ സമയമാണിപ്പോൾ. അപ്പോൾ നഗരത്തിൽ മഞ്ഞുവീഴ്ച മൂലമുണ്ടാകുന്ന പ്രതിസന്ധി തരണം ചെയ്യുക എന്നുള്ള അടിയന്തരമായ ഒരു ഇടപെടൽ വേണ്ട ഒരു സമയം കൂടിയാണ് ഈ ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആ മേഖലകളിലൊക്കെ
ഏത് തലത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ ഇടപെടൽ എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ഈ വിഷയത്തിൽ സമഗ്രമായി തന്നെ പ്രതികരിക്കാൻ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ താജ് ആലുവയും കൂടി നമ്മൾക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഡോക്ടർ താജ് ആലുവ, ഈ മംതാനിയുടെ ഭരണം ഏത് തലത്തിലായിരിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, മംതാനി മത്സരിക്കുന്ന സമയത്തൊക്കെ തന്നെ ട്രംപിന്റെ വലിയ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നു. മംതാനിയെ പരാജയപ്പെടുത്തുവാനെ കൊണ്ടുള്ള എല്ലാ ശ്രമങ്ങളും നീക്കങ്ങളും ഒക്കെ അന്ന് ട്രംപ് നടത്തിയിരുന്നു. മംതാനിയുടെ ഈ ഒരു വിജയത്തെ പോലും ഒരു മധുര പ്രതികാരമായിട്ട് തന്നെയാണ് അവർ കാണുകയും ചെയ്തത്. നമുക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഭരണത്തെ ഒന്ന് വിലയിരുത്താൻ കഴിയുക? തുടങ്ങിയതേ ഉള്ളൂ, പക്ഷെ അദ്ദേഹത്തിന് മുന്നിലേക്കുള്ള വെല്ലുവിളികൾ, ഒട്ടേറെ വെല്ലുവിളികൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. തീർച്ചയായും ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായിട്ടുള്ള ന്യൂയോർക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ചരിത്രമാണ് ഈ പുതുവർഷത്തിൽ പിറന്നിരിക്കുന്നത്. അതായത് ഒരുപാട് ഫസ്റ്റുകൾ, ഒരുപാട് ചരിത്രത്തിലെ റെക്കോർഡുകൾ തകർത്തുകൊണ്ടാണ് സൊഹ്റാൻ മംദാനി ന്യൂയോർക്ക് നഗരത്തിന്റെ മേയറാവുന്നത്. ആദ്യത്തെ മുസ്ലിം മേയർ, ആദ്യത്തെ ആഫ്രിക്കയിൽ ജനിച്ച ആദ്യത്തെ ഒരു മേയർ, അതുപോലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അമേരിക്കയിലെ മേയർ എന്നിങ്ങനെ ധാരാളം വിശേഷങ്ങൾ. അതോടൊപ്പം തന്നെ ഒരു വർഷം മുമ്പ് വരെ ആരാലും അറിയപ്പെടാതിരുന്ന ഒരു രാഷ്ട്രീയക്കാരൻ, അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായിട്ടുള്ള വളരെ തന്മയത്വത്തോടു കൂടിയുള്ള ഇടപഴകലുകളിലൂടെ, അതുപോലെ തന്നെ വളരെ പ്രൊഫഷണലായി, വളരെ PR എന്ന് പറയുന്ന ഇന്ന് ലോകത്ത് പല രാഷ്ട്രീയക്കാരും പല നേതാക്കളും ലീഡേഴ്സും ഒക്കെ ലോകത്തിന്റെ മുന്നിലേക്ക് വരുന്നത് ഒരുപാട് PR വർക്കിലൂടെയാണ്. പക്ഷെ PR എന്ന് പറയുന്ന പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ ഈ ചരിത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ര രൂപത്തിൽ വളരെ വിദഗ്ധമായി പ്രയോഗിച്ചുകൊണ്ട് താൻ തെരഞ്ഞെടുത്ത മുദ്രാവാക്യങ്ങളിലാകട്ടെ, അതുപോലെ തന്നെ ആ മുദ്രാവാക്യങ്ങളെ ജനങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതികളിലാകട്ടെ, അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ടർമാരെ കണ്ടെത്തി അവരെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും അതും ഒരു കൃത്യമായ ഒരു അജണ്ട മുന്നിൽ വെച്ച് വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിലൂടെ ഒക്കെ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് സൊഹ്റാൻ മംദാനി മേയറാവുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ നടന്നു കഴിഞ്ഞു. പക്ഷെ ഇപ്പോ അദ്ദേഹത്തിന്റെ മുന്നിലുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് താൻ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ, അതായത് ന്യൂയോർക്കിനെ ഒരു അഫോർഡബിൾ സിറ്റിയാക്കി മാറ്റുക, ലോകത്തിലെ അല്ലെങ്കിൽ ആ ന്യൂയോർക്ക് നഗരത്തിൽ എത്തിപ്പെടുന്ന ഏത് ആൾക്കും, അവിടെ താമസിക്കുന്ന ആളുകൾക്കാകട്ടെ, അവിടെ സന്ദർശിക്കുന്ന ആളുകൾക്കാകട്ടെ, അവർക്കൊക്കെ ഒരു അഫോർഡബിൾ സിറ്റി ആയിട്ട്, ചെലവ് കുറഞ്ഞ അവിടെ വന്നു പോകാനും താമസിക്കാനും ഒക്കെ പറ്റുന്ന ഒരു നഗരമാക്കി അതിനെ മാറ്റുക എന്നതാണ് ഏറ്റവും വലിയ ഒരു മുദ്രാവാക്യമായിട്ട് സൊഹ്റാൻ മംദാനി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് പറ്റുന്ന തരത്തിൽ വാടക കുറക്കുക, അതുപോലെ തന്നെ പലവ്യഞ്ജന സാധനങ്ങൾ, ഗ്രോസറി ഷോപ്പുകളിലൂടെ ന്യായമായ വിലയിലൂടെ ആളുകൾക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ കണ്ടെത്തുക, അതോടൊപ്പം പ്രത്യേകിച്ച് ദമ്പതികളൊക്കെ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ സിംഗിൾ മദേഴ്സ് വർക്ക് ചെയ്യുന്ന ധാരാളമായിട്ട് അത്തരം ആളുകളുള്ള ആ ഒരു നഗരത്തിൽ അവരുടെ കുട്ടികളെ പരിപാലിക്കുക, അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ തന്നെ, നഗരത്തിന്റെ തന്നെ ഓണർഷിപ്പിൽ പ്രത്യേകമായിട്ട് ചൈൽഡ് കെയർ സെന്ററുകൾ തുടങ്ങുക. അതിനേക്കാളൊക്കെ പ്രധാനമായി ന്യൂയോർക്കിലെ ബസ് സർവീസ് ഇപ്പൊ തന്നെ ഏറ്റവും സ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുന്ന, ഏറ്റവും വേഗത കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തെത്താൻ മണിക്കൂറുകൾ എടുക്കുന്ന നഗരത്തിന്റെ പൊതുഗതാഗത സംവിധാനത്തെ മെച്ചപ്പെടുത്തുക. നോക്കൂ, അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത സ്ഥലം, അതിന് തെരഞ്ഞെടുത്ത സ്ഥലം തന്നെ ഈ അർത്ഥത്തിൽ വളരെ പ്രതീകാത്മകമായിക്കൊണ്ടാണ്. അതായത് 30-35 വർഷമായി ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷൻ, സബ്വേ സ്റ്റേഷൻ, അതില് സിറ്റി ഹാൾ എന്ന് വിളിക്കുന്ന നഗരത്തിന്റെ ഏറ്റവും അവിടുത്തെ മുനിസിപ്പാലിറ്റി എന്ന് വിളിക്കാവുന്ന അതിന്റെ ആസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന തരത്തിലുള്ള സിറ്റി ഹാളിന്റെ ആ അണ്ടർഗ്രൗണ്ട് ടണൽ സ്റ്റേഷന്റെ അവിടെ വെച്ചിട്ടുകൊണ്ടാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ താൻ ഒന്നാം ദിവസം തന്നെ തന്റെ വാഗ്ദാനവുമായി, ആ വാഗ്ദാന പാലനവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രായോഗികമായ സ്റ്റെപ്പുകൾ എടുക്കുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ ഈ കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷനൊക്കെ വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ന്യൂയോർക്ക് നഗരത്തിന്റെ സംവിധാനങ്ങളെ, ഈ ട്രാൻസ്പോർട്ട് ഗതാഗത സംവിധാനങ്ങളെ നേരത്തെ തന്നെ ലീഡ് ചെയ്ത് പരിചയമുള്ള ഒരാളെ തന്നെ അതിനേൽപ്പിച്ചുകൊണ്ട് വളരെ കൃത്യമായ മെസ്സേജ് കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം അധികാരമേൽക്കുന്നത്. അത് നമ്മൾ നോക്കൂ, ഒരു ന്യൂയോർക്ക് നഗരത്തിൽ ഇതുവരെ ഈ ചരിത്രത്തിന്റെ നമ്മൾ ഇതുവരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഒരു മേയർ ആകുന്നത്, ആ മേയറിന്റെ സത്യപ്രതിജ്ഞ, ആ മേയറിന്റെ ഭരണപരിഷ്കാരങ്ങൾ, ഇതൊന്നും ലോകം ശ്രദ്ധിക്കാതെ പോയിരുന്ന
ഒരു സംഗതിയാണ്. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് ന്യൂയോർക്കിലെ ഈ പിന്നെ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനെയൊക്കെ ഏറ്റവും വളരെ വിപ്ലവാത്മകമായി പരിവർത്തിപ്പിക്കാവുന്ന തരത്തിൽ ഒരു പ്രത്യേക എനർജി അതിനകത്തേക്ക് കടത്തിവിട്ടുകൊണ്ട് അത് ലോകത്തിന് മുന്നേ തന്നെ മാതൃകയായിക്കൊണ്ട്, പ്രത്യേകിച്ച് അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഒരു വലിയ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടാണ് സൊഹ്റാൻ മംദാനി അധികാരമേൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ താൻ മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു വാഗ്ദാനത്തിൽ നിന്നും പിന്നോട്ട് പോകുന്നില്ല എന്നും ആ വാഗ്ദാനങ്ങളൊക്കെ നടപ്പാക്കാനുള്ളതാണെന്നും അതിന് പൊതുജനങ്ങളുടെയും അതുപോലെ തന്നെ അമേരിക്കയിലെ പ്രധാനപ്പെട്ട എല്ലാ തരം വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും നേതാക്കളുടെയും ഒക്കെ സഹായം തേടിക്കൊണ്ട് കൂടിയാണ് സൊഹ്റാൻ മംദാനി മുന്നോട്ട് പോകുന്നത്. ഒരു പക്ഷേ ഇത്രയധികം എതിർപ്പുകളെ നേരിട്ടുകൊണ്ട്, വെല്ലുവിളികളെ അതിജയിച്ചുകൊണ്ട് നഗരത്തിൽ മേയറായിട്ടുള്ള ആദ്യത്തെ ഒരു മേയറാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പദ്ധതികളെ തുരങ്കം വെക്കാനും, പ്രത്യേകിച്ച് നമുക്കറിയാം അമേരിക്കയുടെ ഇസ്രായേലിനോടുള്ള വിധേയത്വത്തെ അതിശക്തമായി ചോദ്യം ചെയ്തുകൊണ്ടാണ് മംദാനി വരുന്നത്. അതെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ രാഷ്ട്രീയത്തിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഈ ഇസ്രായേലിന്റെ അനുകൂലമായിട്ടുള്ള നിലപാട്. അതിനെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് വളരെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളോടുകൂടി ഞാനൊരു മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അതായത് അമേരിക്കയെ നയിക്കാൻ അല്ലെങ്കിൽ അമേരിക്കയുടെ അമരത്തേക്ക് ഉയർത്തി കാണിക്കപ്പെടാവുന്ന ഒരു നേതാവ് കൂടിയല്ലേ ശരിക്കും മംദാനി? അദ്ദേഹത്തിന്റെ ആ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ അത് അങ്ങനെ പറ്റും. പക്ഷെ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അമേരിക്കയുടെ ഭരണഘടന അനുസരിച്ചുകൊണ്ട് ഒരു നാച്ചുറലൈസ്ഡ് സിറ്റിസന് ഒരിക്കലും അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഇപ്പോഴത്തെ അവിടുത്തെ ഭരണഘടന വെച്ചുകൊണ്ട് സാധിക്കില്ല. അവിടെ ജനിച്ച ഒരു പൗരൻ, ആ പൗരന് മാത്രമാണ് ബൈ ബർത്ത് അമേരിക്കൻ പൗരനായിട്ടുള്ള ആൾക്ക് മാത്രമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പറ്റുക. എന്ന് മാത്രമല്ല പല പ്രാവശ്യം അദ്ദേഹത്തോട് ആവർത്തിച്ചുള്ള ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹം നിഷേധാത്മകമായിട്ടാണ് പ്രതികരിച്ചത്. അങ്ങനെ ഒരു ആഗ്രഹം തനിക്കില്ല, അങ്ങനെ ഒരു അമിതമായ ഒരു ആസക്തി അധികാരത്തോട് തനിക്കില്ല. തന്നെ സംബന്ധിച്ചിടത്തോളം ന്യൂയോർക്കാണ് പ്രധാനം. ഇപ്പൊ നോക്കൂ, ഈ ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥികളോടൊക്കെ പത്രക്കാർ ചോദിക്കുന്നുണ്ട്, താങ്കളുടെ ആദ്യത്തെ വിദേശ സന്ദർശനം എവിടെയായിരിക്കും? എല്ലാ സ്ഥാനാർത്ഥികളും പറഞ്ഞത് ഞങ്ങൾ ഇസ്രായേൽ ആദ്യമായി സന്ദർശിക്കും. കാരണം ആ ഇസ്രായേലിനോടുള്ള ബന്ധം ഉയർത്തി കാണിക്കാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് ഇസ്രായേൽ കഴിഞ്ഞാൽ അമേരിക്കയിൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജൂതന്മാർ താമസിക്കുന്ന സ്ഥലമാണ് ന്യൂയോർക്ക്. ആ ന്യൂയോർക്കിന്റെ മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരാൾക്ക് അത് പറഞ്ഞുകൊണ്ടേ ജയിക്കാനാവും. പക്ഷെ അവിടെ പോലും ഞാൻ ന്യൂയോർക്കിൽ തന്നെ താമസിക്കും, ന്യൂയോർക്കിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്.